ഇത് വളരെ സുലഭമായിട്ട് പുകയില ഉൽപ്പന്നങ്ങൾ മാത്രമല്ല മറ്റ് കഞ്ചാവ് തുടങ്ങി MDMA പോലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് സുലഭമായിട്ട് ഇതൊരു റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് പലരും എത്തിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കഞ്ചാവ് വലിച്ചതുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിച്ച സമയത്താണ് ഇരിട്ടി ഭാഗത്തു നിന്നാണ് ഇദ്ദേഹം കഞ്ചാവ് മേടിക്കുന്നത്. അവിടെ ധാരാളമായിട്ട് കഞ്ചാവ് ലഭിക്കും, ഇന്ന ഒരു കോഡ് ഭാഷയൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ സുലഭമായിട്ട് കഞ്ചാവ് കിട്ടും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങൾ ഞങ്ങളുടെ കടയിൽ, ഞങ്ങളുടെ ഷോപ്പിൽ വിൽപ്പന നടത്താനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല എന്ന് അവർ തീരുമാനിക്കുക. അതുപോലെ തന്നെ പൊതുവായിട്ട് ഇപ്പോൾ ഹാൻഡ്സ് നന്നായിട്ട് നമ്മുടെയൊക്കെ എല്ലാ സ്കൂൾ കുട്ടികളുടെ പോക്കറ്റിൽ നമ്മൾ കൈയിടുന്ന സമയത്ത് ഹാൻഡ്സ് ലഭിക്കുന്നുണ്ട്. ആറുളത്ത് കഞ്ചാവ് കുറച്ച് കുറവാണ്. കേരളത്തിലുടനീളം വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ആറളത്ത് നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം 2 പ്രതികളെ സ്കൂളിൽ ലഹരി കൊടുത്തതിന് ആറളം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ സംഭവത്തോട് നമ്മോട് പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ആറളം CI ബഹുമാനപ്പെട്ട ആൻഡ്രിക് സാറാണ്. സാർ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ലഹരി നമ്മുടെ വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്നു. ഇത് ലഹരി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് കുട്ടികൾ എന്തെങ്കിലും ഒരു പുകയില ഉൽപ്പന്നങ്ങൾ വളരെ വിരളമായിട്ട് മാത്രമേ ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സുലഭമായിട്ട് പുകയില ഉൽപ്പന്നങ്ങൾ മാത്രമല്ല മറ്റ് കഞ്ചാവ് തുടങ്ങി MDMA പോലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് സുലഭമായിട്ട് ഇതൊരു റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് പലരും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ സ്കൂൾ പരിസരത്ത് ഇവരെ സ്വാധീനിക്കാനായിട്ടുള്ളൊരു വിഭാഗം ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് വീട്ടിലുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാനും ഈ കുട്ടികളുമായിട്ട് കൂടുതൽ ഇവരുടെ വരുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് കൂടുതൽ അടുപ്പം സ്ഥാപിച്ച് അവരോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് അവരോട് ഒരു ദിവസത്തെ അവരുടെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്നേഹത്തോടെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അതാണ് പ്രധാനപ്പെട്ട ഒരു ഇതിനകത്ത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ പരിസരത്തുള്ള കടകളും മറ്റു കാര്യങ്ങളും എല്ലാം ആ വ്യാപാരി വ്യവസായികളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങൾ ഞങ്ങളുടെ കടയിൽ, ഞങ്ങളുടെ ഷോപ്പിൽ വിൽപ്പന നടത്താനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല എന്ന് അവർ തീരുമാനിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ ഇത് നമുക്ക് അമർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ SI ഒക്കെ ഷുഹൈബ് പുള്ളിയാണ് ഇതിനകത്ത് കുറച്ച് നേതൃത്വം കൊടുത്ത് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾ പുള്ളി ഇതിനകത്ത് 2 വാക്ക് പറയും. സാർ, കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റിൽ യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്യാങ് രൂപപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ? നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് ഈ ഇരിട്ടിയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് നല്ല രീതിയിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കഞ്ചാവ് വലിച്ചതുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിച്ച സമയത്താണ് ഇരിട്ടി ഭാഗത്തു നിന്നാണ് ഇദ്ദേഹം കഞ്ചാവ് മേടിക്കുന്നത്. അവിടെ ധാരാളമായിട്ട് കഞ്ചാവ് ലഭിക്കും, ഇന്ന ഒരു കോഡ് ഭാഷയൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ സുലഭമായിട്ട് കഞ്ചാവ് കിട്ടും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിൽക്കുന്ന ഒരാൾ നമ്മുടെ ലിമിറ്റിൽ സംശയാസ്പദമായി കണ്ടെത്തിയ സമയത്ത് നമ്മൾ അദ്ദേഹത്തെ പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു 300 ഗ്രാമോളം കഞ്ചാവ് നമുക്ക് ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത സമയത്ത് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനിലാണ് നമ്മൾ. അപ്പം അവരെ സോഴ്സ് കണ്ടെത്തി കൂടുതൽ ആളുകളിലേക്ക് പ്രതി ചേർത്ത് അന്വേഷണം നടത്താനുള്ളൊരു ഒരുക്കത്തിലാണ് പോലീസ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പൊതുവായിട്ട് ഇപ്പോൾ ഹാൻഡ്സ് നന്നായിട്ട് നമ്മുടെയൊക്കെ എല്ലാ സ്കൂൾ കുട്ടികളുടെ പോക്കറ്റിൽ നമ്മൾ കൈയിടുന്ന സമയത്ത് ഹാൻഡ്സ് ലഭിക്കുന്നുണ്ട്. ആറുളത്ത് കഞ്ചാവ് കുറച്ച് കുറവാണ്. പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ ഒരു 5-6 മാസമായിട്ട് ഞാനൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കൂടുതൽ ഹാൻഡ്സാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഇതിൻ്റെ സോഴ്സ് നോക്കുന്ന സമയത്ത് പല ആളുകളും നമ്മളോട് കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും വിശദമായിട്ട് ചോദിക്കുന്ന സമയത്താണ് അവർ കറക്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മൾ പോലും വിചാരിക്കാത്ത വളരെ മാന്യമായിട്ട് നാട്ടിൽ നടക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ ഈ ഹാൻഡ്സ് വിൽപ്പന നടത്തുന്നുണ്ട്. ഈ ഹാൻഡ്സ് ഇവർ പുറത്തുനിന്ന് 10 രൂപയുടെ പാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ 50 രൂപക്കാണ് വിൽക്കുന്നത്. ഏകദേശം 400% ലാഭത്തിനാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലാഭം കിട്ടുന്ന സമയത്ത് പിന്നെ അവർ ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കൂടുതൽ
കൂടുതൽ അളവിൽ ഹാൻഡ്സ് കൊടുത്തിട്ട് ഇവരെ വിൽപ്പന നടത്തി ഒരുപാട് പേര് നല്ല നിലയിൽ ക്യാഷ് ഉണ്ടാക്കി നല്ല നിലയിലെത്തിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഹാൻഡ്സാണ് കാര്യമായിട്ട് ആറളത്ത് കൂടുതലുള്ളത്. കഞ്ചാവ് അത്രത്തോളം ഇല്ല എങ്കിലും കഞ്ചാവ് ഇപ്പോൾ സുലഭമായിട്ട് ആറളത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ച് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് പോലീസിൻ്റെ ഒരു എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് കൊടുക്കാനുള്ളത്? മാതാപിതാക്കളിപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന സാഹചര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഈ 2 മാസം കൊണ്ട് തന്നെ ഏകദേശം 63 കൊലപാതകങ്ങളൊക്കെ നടന്നു. അതിൽ ഭൂരിപക്ഷം ആളുകളും ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ്, അതിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ഭയങ്കര വയലൻ്റായിട്ടാണ് ഇപ്പം ഈ പ്രതികരിക്കുന്നത്. പല ഘട്ടങ്ങളിലും അവർ സ്കൂൾ കുട്ടികൾ തമ്മിൽ തന്നെ പുറത്തുനിന്നുമൊക്കെ ചേരി തിരിഞ്ഞ് ആക്രമണം നടത്തുന്നതും സ്വന്തം കൂടെ ഇരിക്കുന്ന കുട്ടികളെ വരെ തല്ലിക്കൊല്ലുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ പൊതുവേ കണ്ടിട്ടുള്ളത് സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചീത്ത പറയുകയെ ചിലപ്പോൾ ചെറിയ അത്ര പ്രശ്നമുണ്ടാക്കിയതിന് ചെറിയ രീതിയിൽ അടിക്കുകയോ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കളോട് മക്കൾ ഇത് വന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനെ ഉപദ്രവിക്കുന്നതും ടീച്ചേഴ്സിനെ വഴക്ക് പറഞ്ഞ് ടീച്ചേഴ്സിനെതിരെ പരാതിയായിട്ട് കേസ് കൊടുക്കുന്നതും നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പം രക്ഷിതാക്കൾ ആ ഒരു സംഭവം, ടീച്ചേഴ്സ് കുറച്ചൊക്കെ കുട്ടികളെ ശകാരിച്ചും ചെറിയ രീതിയിലൊക്കെ അടിച്ച് പഠിപ്പിക്കട്ടെ, എങ്കിൽ മാത്രമേ ഇത് കുട്ടികൾ നന്നായിട്ട് വളരുകയുള്ളൂ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മാതാപിതാക്കൾക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളത്. അവർ സ്കൂളുകളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട്ടുകളിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്താണെങ്കിൽ ചെറിയ രീതിയിൽ അടിക്കട്ടെ, അതുപോലെ തന്നെ ശകാരിച്ച് ചീത്ത പറഞ്ഞു വളർത്തട്ടെ, എന്നാൽ മാത്രമേ ഇതിന് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് അവർ പോലീസിൻ്റെ കയ്യിൽ വിട്ടിട്ട് ഇപ്പോൾ കേസും കൂട്ടുമായിട്ട് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും.